ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതൊരു തേങ്ങയൊക്കെ മനസ്സിലാവില്ല. നിങ്ങളെല്ലാവരുടെയും കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നെ അടുത്ത വീഡിയോൻ്റെ വർക്ക്, അത് കഴിഞ്ഞാൽ അടുത്തതിൻ്റെ വർക്ക്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് നേരം ഈ എൻജിനീയറിങ്ങിൻ്റെ ഇങ്ങനെ പഠിക്കാനും ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ കമൻറ്റിന് റിപ്ലൈ തരാൻ ഇപ്പോൾ ടൈം കിട്ടായാണ്. പക്ഷേ നിങ്ങൾ കമൻറ്റ് ഇടയിൽ നിർത്തരുത്, ഞാനതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മാത്രമായിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് ഇടുന്ന എല്ലാവർക്കും കമൻറ്റിന് അങ്ങനെ റിപ്ലൈ കൊടുക്കും, ഫുള്ള് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഈ പാർഷ്യാലിറ്റി എന്നുള്ള പരിപാടി എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് കമൻറ്റിന് റിപ്ലൈ ഒന്നും വരാത്തത്. തരുമ്പോൾ എല്ലാവർക്കും തരണമല്ലോ, അപ്പോൾ അതിന് ഒരുപാട് ടൈം പിടിക്കും, അതാ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കമൻ്റ് ഇടൽ നിർത്തരുത്, ഞാനൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും, സപ്പോർട്ട് ചെയ്യാത്ത അതിലും നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൽഡേഴ്സൊക്കെ യോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതെന്താ എൽഡേഴ്സൊക്കെ മൈനർ പ്രീസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പാട്രിയാർക്കൽ ഓർഡേഴ്സിനെ നിങ്ങൾ ധിക്കരിക്കും. പാട്രിയാർക്കാണെങ്കിൽ അവിടെ ആകെ മൊത്തം അലറാൻ തുടങ്ങി. നോക്കുമ്പോൾ പെട്ടെന്ന് യോണ് ആ ബ്ലാക്ക് സോഡ് സമ്മൺ ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്തു. ആ സോഡിലാണെങ്കിൽ ഡീമൻ സോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആ കൾട്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അത് ഡീമൻ സോഡല്ലേ? അതെങ്ങനെ മൈനർ പ്രീസ്റ്റിൻ്റെ അടുത്ത് വന്നത്? ഇല്ല, ഇങ്ങനെ ഒരിക്കലും നടക്കാൻ വഴിയില്ല. അവൻ എങ്ങനെ അത് വീൽഡ് ചെയ്യുന്നുണ്ട്? ഓ, അപ്പോൾ അതാണല്ലേ എൽഡേഴ്സൊക്കെ അവൻ്റെ സൈഡിൽ നിൽക്കാനുള്ള കാരണം. ഇല്ല, ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. നിൻ്റെ പണിയെല്ലാം കഴിഞ്ഞടാ. നീ എങ്ങനെയെങ്കിലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ആ സോഡൊരു ഫേക്കാണെന്ന്. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നിനക്കിതൊന്നും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത് നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ നാശത്തിലേക്കായിരിക്കും നയിക്കുക പാട്രിയാർക്ക്. യൂജുങ് പറഞ്ഞത് ശരിയാണ്. ആ സോഡ് റിയലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നീ പെട്ടെന്നൊരു ദിവസം വന്ന് ഡീമൻ സോഡ് വീൽഡ് ചെയ്യുന്നത് കാണിച്ചാൽ നീ എന്താ വിചാരിച്ച് ഞാനതൊക്കെ വിശ്വസിക്കുന്നോ? ആ സോഡ് എനിക്കൊന്ന് നോക്കണം. അത് വേണ്ട മൈനർ പ്രീസ്റ്റ്. ആ സോഡെങ്ങാനും പാട്രിയാർക്കിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതുകൊണ്ട് എന്താ ചെയ്യാന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ യോണത് കാര്യമാക്കില്ല. ഇത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ പാട്രിയാർക്ക്. അങ്ങനെ തന്നെ അതെൻ്റെ കയ്യിലോട്ട് താ. ആ സോഡ് എൻ്റെ കയ്യിൽ കിട്ടുന്ന അടുത്ത നിമിഷം തന്നെ എൻ്റെ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ച് അതിനെ ഞാൻ വീക്കാക്കും. എന്നിട്ട് ഞാനത് 2 പീസാക്കി എൻ്റെ കയ്യിൽ തരാടാ. പാട്രിയാർക്കിൻ്റെ കൈക്ക് ആ സോഡെത്തി. അദ്ദേഹം അതൊന്ന് പിടിച്ചു. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിനെന്തോ പറ്റാൻ തുടങ്ങി. ആ സോഡണ്ട് വലിച്ചെറിഞ്ഞു. ഇവിടെ എന്താ നടക്കുന്നത്? നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ എന്തോ പൊള്ളിയ പോലെ ഉണ്ട്. എടാ നീ എന്താടാ ആ സോഡിൽ എന്തെങ്കിലും സ്പെല്ല് ഉപയോഗിച്ചിട്ടുണ്ടോ? നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് നേരെ ആ ബ്ലാക്ക് സോഡിനെ നശിപ്പിക്കാൻ വേണ്ടി പാട്രിയാർക്ക് ചെന്നു. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കൊരു ബ്ലാക്ക് ഡ്രാഗൺ വന്നു നിന്നു. ആ ഡ്രാഗണെ കണ്ടിട്ടാണെങ്കിൽ പാട്രിയാർക്ക് ആകെ പേടിച്ചു പോയി. പിന്നെ നോക്കുമ്പോൾ അതിനെ കാണാനില്ല. അത് പെട്ടെന്ന് എവിടെ പോയി? ഞാനിപ്പോൾ കണ്ട ആ ബ്ലാക്ക് ഡ്രാഗൺ അത് ഈ സോഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇല്യൂഷനാണോ? നോക്കുമ്പോൾ യോണാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതാണ് റിയൽ ഡീമൻ സോഡ്, അതിലൊരു സംശയവുമില്ല. റിയൽ ഡീമൻ സോഡോ? ആ ലെജൻഡറി ബ്ലാക്ക് ഡ്രാഗണാണ് അവരുടെ മാസ്റ്ററിനെ ചൂസ് ചെയ്യുക. ലെജൻസൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അതിൻ്റെ ബോൺസൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലഡ് കൊണ്ടാണ്. ആ, ഇതാണ് പെർഫെക്റ്റ് ടൈം. സർമാ പെട്ടെന്ന് തന്നെ അവിടുന്ന് എണീറ്റു. ഈ ഗ്രേറ്റ് ഡിമോണിക് കൾട്ടത്തെ എല്ലാ മെമ്പേഴ്സും ഡിമോണിക് ഓർഡർ അനുസരിക്കൂ. സർമ ആ ഡിമോണിക് ഓർഡർ ഉണ്ട് എല്ലാവർക്കും ഉയർത്തി കാണിച്ചു കൊടുത്തു. അതാണോ ഡിമോണിക് ഓർഡർ? എല്ലാവരും പെട്ടെന്ന് തന്നെ അതിന് തല വണങ്ങി നിന്നു. പാട്രിയാർക്കാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുക. സർമ, നിന്നെ ഞാൻ, ഈ ഡിമോണിക് ഓർഡറിൻ്റെ പ്രൊട്ടക്ടറായ റാഗിയോമ്മ എന്ന ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡിമോണിക് ലോഡിൻ്റെ വില്ല് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ എല്ലാവരും ഡിമോണിക് കൾട്ടിനും ഡിമോണിക് ലോഡിനൊക്കെ ആശംസ അറിയിക്കാൻ തുടങ്ങി. മതി, നിർത്ത്. മൈനർ പ്രീസ്റ്റ് ഹിയോൺ ചിയോൺ, നിങ്ങൾ ഈ ടെസ്റ്റിൽ പാസ്സായി. അതുമാത്രമല്ല, നിങ്ങളാണിപ്പോൾ ഡീമൻ സോഡ് വീൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിമോണിക് ലോഡ് എന്ന ടൈറ്റിലിൻ്റെ സക്സസർ നിങ്ങളാണ്.
നോക്കുമ്പോൾ യോജുങ്ങാണെങ്കിൽ പിന്നെയും പാട്രിയാർക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. ബ്രദർ പ്ലീസ് സേവ് മീ, അവൻ വെറൊരു സർവൻ്റ് മാത്രമാണ്, മതി. ഈ ഡിമോണിക് കൾട്ടത്തെ പിൻഗാമിയായ യോൺചിയോൺ എന്ന ഞാൻ ഡിമോണിക് ലോഡിൻ്റെ എല്ലാ ഓർഡേഴ്സും ഹംബിളി അക്സെപ്റ്റ് ചെയ്യുന്നു. യങ് മാസ്റ്റർ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഈസി ആയിട്ട് തന്നെ നശിപ്പിക്കാൻ പറ്റും. നിർത്ത്, മതി, നിർത്ത്. നിങ്ങളിപ്പോൾ തോറ്റുപോയി. അതും നിങ്ങളൊരു കളിപ്പാവായിട്ട് കണ്ടിരുന്ന ഒരുത്തൻ്റെ അടുത്ത് തന്നെ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തന്നെ കളിയാക്കും. പാട്രിയാർക്കിൻ്റെ ആ പറച്ചിൽ കേട്ടിട്ട് എൽഡേഴ്സൊക്കെ ഒന്ന് അന്തം വിട്ടു. നോക്കുമ്പോൾ പാട്രിയാർക്ക് സംസാരിക്കണ ഭാഗത്ത് ആരും കാണാമല്ല അവിടെ. അപ്പോഴാണ് നമുക്ക് അവർ ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നത്. അന്ന് എൽഡർ യോണ് ഒഹിയോൺ പീക്ക് എന്ന് ചോദിച്ചിരുന്നല്ലോ, എന്തിനാണ് ഈ ഡേറ്റ് നേരത്തെ തന്നെ ആക്കിയതെന്ന്. ആ ഒരു സീന് ഇപ്പോൾ കുറച്ചായിട്ട് മാനുവൽ ലൈബ്രറിയിലെ ആ അണ്ടർഗ്രൗണ്ട് ഫ്ലോർ കണ്ടതിന് ശേഷം പാട്രിയാർക്കിന് തന്നെ ഭയങ്കര സംശയമാണ്. ഇനി അങ്ങോട്ട് രഹസ്യമായിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റൊക്കെ നേരത്തേക്ക് മാറ്റിയത്. ഡിമോണിക് ലോഡ്, പാട്രിയാർക്കിൻ്റെ പെരുമാറ്റം ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര സ്ട്രെയിഞ്ചാണ്. അദ്ദേഹം വേണമെങ്കിൽ ഒരു കോൾഡ് മാൻ ആയിരിക്കാം, പക്ഷെ ഒരിക്കലും ഒരു ഹേർട്ട്ലെസ് മാൻ അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ പാട്രിയാർക്കിൽ എന്തോ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിക്കേ? നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണത്? അദ്ദേഹത്തിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമാണോ? നമ്മുടെ പാട്രിയാർക്ക് എപ്പോഴും ആരോ ഒരുത്തനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരാളാണെങ്കിൽ യങ് മാസ്റ്റർ യോജുങ് ചിയോണാണ്. അത് കേട്ടപ്പോൾ എൽഡർ യോണൊന്ന് ഞെട്ടി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മുടെ പാട്രിയാർക്ക് യങ് മാസ്റ്റർ യോജുങ് ചിയോണിനോട് സംസാരിക്കേ? നിങ്ങൾ പറയുന്നത് സോഡ് സെക്ടത്തെ യോജുങ് ചിയോണിനെ കുറിച്ചല്ലേ? അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. കാരണം ഈവിൽ ഫാക്ഷൻ്റെ ഒപ്പമുള്ള വാറിൽ ഗ്രേറ്റ് കിങ് യോൺഹാങ് യങ് മാസ്റ്ററിനെ കൊന്നതാണല്ലോ. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഈവിൽ ഫാക്ഷൻ്റെ ലീഡർ. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ആൾ ഓവർ ചൈനയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് 5 ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ് എന്നുള്ള സ്പോട്ടിൽ ഒന്ന് അദ്ദേഹത്തിനാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രീവിയസ് പാട്രിയാർക്കായ ഇഞ്ചിച്ചിയോൺ മിസ്സായ സമയത്ത് ഗ്രേറ്റ് കിങ് യോൺഹാങ് നമ്മുടെ കൾട്ടിൻ്റെ ടെറിട്ടറിക്ക് നുഴഞ്ഞു കയറുകയും നമ്മൾക്കെതിരെ വാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, യോജുങ് ചിയോൺ ആൾ ഓവർ ചൈനയിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദി ടോപ്പ് 5 ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ വന്നതും ഈ യുദ്ധത്തിൽ വെച്ച് തന്നെ ആയിരുന്നു. വെയിറ്റ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മുടെ പാട്രിയാർക്ക് ഒരു മരിച്ച ആളോട് സംസാരിക്കുന്നു എന്നാണോ? ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഹാലുസിനേറ്റ് ആയി കാണുന്ന. ഷെജിയാങ് റീക്ലെയിം ചെയ്ത ബാറ്റിൽ മുതൽ നമ്മുടെ പാട്രിയാർക്ക് എപ്പോഴും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വാൾക്കോ അല്ലെങ്കിൽ ഡാർക്ക് സ്പേസുകോ ഒക്കെ നോക്കി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല, കാരണം അതിപ്പോൾ കുറച്ച് കാലമായിട്ടേ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ സാനിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായിരിക്കും? അത് നോക്കുമ്പോൾ ആ ഫ്ലാഷ് ബാക്ക് അവിടെ തീർന്നു. പാട്രിയാർക്ക്, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അവിടെയാണെങ്കിൽ ആരെയും കാണാനുമില്ല. വാർഡൻ യോജുങ് ചിയോനെ നിങ്ങളാരും കണ്ടില്ലേ? അവനത് അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് കേട്ടപ്പോൾ എൽഡേഴ്സ് ഒന്ന് ശരിക്കും ഞെട്ടി. ഇപ്പം എന്തായാലും കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ ധിക്കാരം മതി. ഒരിക്കൽ കൂടി എൻ്റെ നേരക്ക് വാ പൊളിച്ചാൽ ഞാൻ നിന്നെ അപ്പം തന്നെ അവസാനിപ്പിക്കും. ഈ ഗ്രാൻഡ് ഹാളിൽ നിന്ന് പുറത്തു പോകാൻ നോക്ക്. നിനക്കിവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ല. നോക്കുമ്പോൾ സർ മായും പറഞ്ഞു, പാട്രിയാർക്ക്, അവിടെ ആരും തന്നെ ഇല്ല. യങ് മാസ്റ്റർ യോജുങ് ചിയോൺ എപ്പോഴോ മരിച്ചു പോയതാണ്. ഇത് വളരെ വൈകിട്ടൊന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹെഡ് ഫിസിഷ്യൻ്റെ അടുത്ത് പോയി ട്രീറ്റ് ചെയ്യാം. അത് പറഞ്ഞ് തീർത്തില്ല. അപ്പോഴത്തേനും നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു അറ്റാക്ക് കൊണ്ട് സാർ മാൻ്റെ നേർക്ക് വന്നു. അതിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്ത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് അതിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. ഓ, ഇപ്പം എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ ഒരു ഭ്രാന്തനാക്കാൻ നോക്കുകയാണല്ലേ. ഈ കൾട്ടിൻ്റെ ഓർഡർ ഞാൻ വീണ്ടും റീസ്റ്റോർ ചെയ്യും. പാട്രിയാർക്ക്, സാർ മാ നീറ്റ് എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് യോണ് വന്ന് അത് വേണ്ടാന്ന് പറഞ്ഞു. കണ്ടിട്ട് ഞാൻ വിചാരിച്ചതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത്.
ഷെജിയാങ്ത്തെ ബാറ്റിൽ മുതലാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. 6/6 സൈബർ വാരിയേഴ്സിൻ്റെ ലീഡറിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പാട്രിയാർക്കാണെങ്കിൽ വളരെ മോശം കണ്ടീഷനിലായിരുന്നു. എനിക്കറിയായിരുന്നു അത് ഈ ബാറ്റിൽ പറ്റിയൊരു ഇഞ്ചുറി കൊണ്ട് മാത്രമല്ലാന്ന്. അദ്ദേഹത്തിന് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് പെർഫോം ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു അത്. ഓ, നീയാണ് ഇതിനൊക്കെ കാരണം. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ നീയാ. നീ നിൻ്റെ സ്ഥാനം നോക്കി കളിക്കടാ. നീ വെറും ഒരു കളിപ്പാവം മാത്രമാണ്. ഇനി ഞാൻ എൻ്റെ ഈ 2 കൈ കൊണ്ട് തന്നെ നിൻ്റെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവുക. ഓ, അപ്പോൾ അവസാനം വരെയും അദ്ദേഹം എന്നെ വേറൊരു കളിപ്പാവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളുടെ ട്രൂ ഫീലിങ്സാണ് അതെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യാൻ പോവുക. എല്ലാവരും ബാക്കിലോട്ട് മാറി നിൽക്ക്. യെസ് ഡിമോണിക് ലോഡ്. നോക്കുമ്പോൾ യോണ് പെട്ടെന്ന് തന്നെ അവൻ്റെ മേലുണ്ടായിരുന്ന ആ ഷോൾ അങ്ങോട്ട് വലിച്ചു ഊരി. അദ്ദേഹത്തിന് തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ കാരണമുണ്ട്. പക്ഷേ എത്ര തന്നെ മെൻ്റലിയും ഫിസിക്കലിയും നമ്മുടെ പാട്രിയാർക്ക് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഇപ്പോഴും ഒരു മിത്തിക്കൽ മാസ്റ്റർ തന്നെയാണ്. അതുമാത്രമല്ല, ആൾ ഓവർ ചൈനയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ടോപ്പ് 5 ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ വരുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മളുടെ ഈ പുതിയ ഡിമോണിക് ലോഡിന് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയുമോ? നോക്കുമ്പോൾ 2 പേരുടെയും തമ്മിലുള്ള ആ ഫൈറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. പക്ഷേ പാട്രിയാർക്കിൻ്റെ റോ ഇൻറ്റേർണൽ എനർജി കൊണ്ട് തന്നെ യോണിന് പരിക്ക് പറ്റാൻ തുടങ്ങി. റോ ഇൻറ്റേർണൽ എനർജിയുടെ ലെവൽ വെച്ച് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡീമൻ സ്വോഡെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ 2ആയി മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പവർ ലെവൽ എന്നെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മേലെയാണെന്നുള്ളത് എനിക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ഡിവൈൻ ഡിമോണിക് എനർജി ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. നോക്കുമ്പോൾ യോണാണെങ്കിൽ അവൻ്റെ ആ ഡിവൈൻ ഡിമോണിക് എനർജി അവിടെ ആകെ മൊത്തം സ്പ്രെഡ് ചെയ്തു. അവനിപ്പോൾ അവൻ്റെ ആ എനർജി കൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ എൻവെലപ്പ് ചെയ്തോ. ഞാൻ അവനെ ലാസ്റ്റ് കണ്ടതിനേക്കാളും ഇപ്പോൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. അവൻ്റെ സോഡ് എനർജി ബ്ലാക്ക് കളറിലാണ്. അവൻ്റെ പവറിനെ ആംപ്ലിഫൈ ചെയ്തോ? ഇല്ല, ഇത് വേറെ എന്തോ ആണ്. ആ ഡിമോണിക് എനർജി അവൻ്റെ ആ സോഡ് എനർജിനെ കൂടുതൽ ഷാർപ്പറും സ്ട്രോങ്ങറും ആക്കി മാറ്റുന്നുണ്ട്. നോക്കുമ്പോൾ 2 പേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ പാട്രിയാർക്ക് പെട്ടെന്നാണ് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ടെക്നിക്ക് കൊണ്ട് യൂസ് ചെയ്ത് യോണിന് നേരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം വളരെ സ്പീഡിലാണ് വരുന്നത്. നോക്കുമ്പോൾ യോണും അവൻ്റെ പവർ ഹോൾഡ് ബാക്ക് ചെയ്തില്ല. നേരെ പാട്രിയാർക്കിന് മുന്നിൽ കണ്ട് വന്ന് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ട് പെർഫോം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോൾ ആ അറ്റാക്ക് പാട്രിയാർക്ക് എത്ര തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബാക്കിലേക്ക് ഇങ്ങനെ തെറിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതാണോ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ട്? ഞാനാണെങ്കിൽ ഈ താക സ്വാട്ട് മാർക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കൊരിക്കലും അത് മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്കതിൻ്റെ ബ്രീത്തിങ് ടെക്നിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബ്രാറ്റ് ഈ ആർട്ടൊക്കെ പഠിച്ചെടുത്തത്? പെട്ടെന്ന് പാട്രിയാർക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡ്സിൻ്റെയും സോഡ് ടെലികൈനസിസ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എല്ലാ സോഡും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഓ, കണ്ടിട്ട് നമുക്ക് 2 പേർക്കും ഒരേ ഐഡിയ ആണുള്ളതെന്ന് തോന്നുന്നു. നീ എന്താ പറഞ്ഞേ? പെട്ടെന്ന് യോൺ ഉറക്കേണ്ടി വിളിച്ചു. ഹിയോബോങ്. പുറത്തുണ്ടായിരുന്ന ഹിയോബോങ് ആണെങ്കിൽ പെട്ടെന്ന് ചാടി മൈ ലോഡ് ഇതാ പിടിച്ചു പോകുമെന്നും പറഞ്ഞ് യോണിൻ്റെ സേബറണ്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. അതാണെങ്കിൽ കറങ്ങി വന്ന് നേരെ യോണിൻ്റെ കയ്യിൽ തന്നെ അങ്ങ് എത്തി. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് യോണിൻ്റെ ഒരു കയ്യിൽ ആ ബ്ലാക്ക് സോഡും മറ്റൊരു കയ്യിൽ ആ വൈറ്റ് സേബറും പിടിച്ച് നിൽക്കുന്നതാ. ഓ, നിൻ്റെ റൈറ്റ് ഹാൻഡിലാണെങ്കിൽ ബ്ലാക്ക് സോഡും ലെഫ്റ്റ് ഹാൻഡിൽ വൈറ്റ് സേബറും അല്ലേ? എൽഡർ ജിൻവോൺമൂനോടും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കിനോടും നിനക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്ത് മണ്ടത്തെയാണ് ഈ കാണിക്കുന്നത്? പാട്രിയാർക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുണ്ടായിരുന്ന ആ സോഡ് മൊത്തം യോണിന് നേരെ കണ്ട് പറഞ്ഞയച്ചു. ആ സോഡ് മൊത്തം യോണിൻ്റെ മുന്നിൽ കണ്ട് വരാൻ തുടങ്ങി. യോണും വിട്ടുകൊടുത്തില്ല. ആകെ ദേഷ്യത്തിലുണ്ട് അലറി വിളിക്കാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡിലാണെങ്കിൽ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടും ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ ബർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കും യൂസ് ചെയ്ത് യോണങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സോഡ് മൊത്തം പൊട്ടിച്ച് കളയാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണെങ്കിൽ പാട്രിയാർക്കാകെ അന്തം വിട്ട് നിൽക്കുക. അവൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാ സോഡിനെയും
പൊട്ടിച്ച് കളയാൻ തുടങ്ങി യോണ്. ഈ ബ്രാറ്റ്, അവന് സ്വോർഡ് വിസ്പറിങ്ങിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതിന് സർ മായോടാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ എനർജി മുഴുവൻ ആ 7 സ്വേർഡ്സുക്കും സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ അറ്റാക്കും വീക്കായി നിൽക്കുക. ഇപ്പോൾ മറ്റുള്ള 4 സ്വോർഡും ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. നോക്കുമ്പോൾ യോണാണെങ്കിൽ ആ ബാക്കിയുള്ള സ്വേർഡ്സും പാടങ്ങനെ പൊട്ടിച്ച് കളയാൻ തുടങ്ങി. ഏട്ടാ നീ പെട്ടെന്ന് പാട്രിയാർക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ കയ്യും വെച്ച് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. അതോടെ അദ്ദേഹം ആ സ്വോർഡിൽ കൊടുത്തിരുന്ന എനർജി ഇങ്ങനെ കട്ടാവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ സ്വോർഡ് വിസ്പറിങ് എനർജിയുടെ കണക്ഷൻ ഇപ്പോൾ കട്ടായി കൊണ്ട് നിൽക്കുകയാണ്. ഇതെന്തായാലും അദ്ദേഹത്തിന് മുന്നുണ്ടായ ആ ഒരു ഇഞ്ചുറി കാരണം കൊണ്ടാണ് പാട്രിയാർക്ക് ഇപ്പോൾ വീക്കായി കൊണ്ടിരിക്കുന്നത്. ഡിമോണിക് ലോഡ്, ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കരുത്. അദ്ദേഹം ഇപ്പോൾ അൺസ്റ്റേബിളാണ്. ഇതാണ് എൻ്റെ ചാൻസ്. യോണ് നേരെ സ്പീഡിൽ തന്നെ പാട്രിയാർക്കിൻ്റെ മുന്നിൽ കണ്ട് പോകാൻ തുടങ്ങി. ആ വരവ് കണ്ടിട്ട് പാട്രിയാർക്ക് ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവിടെ ഭയങ്കര ശക്തിയിലങ്ങ് ചവിട്ടി പാട്രിയാർക്കും ഉയർന്നു വന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചവിട്ടലാണെങ്കിൽ അവിടുത്തെ മൊത്തം ഡാമേജ് ആവാൻ തുടങ്ങി. അവിടുത്തെ ഫ്ലോറൊക്കെ ആകെ പൊട്ടിപ്പോയി. അതിന്ന് ഓരോ പീസൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് പൊന്താൻ തുടങ്ങി. നോക്കുമ്പോൾ അതിലത്തെ വലിയൊരു പീസ് യോണിൻ്റെയും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എൽഡേഴ്സിൻ്റെ അടുത്തേക്കാണ് വന്നുകൊണ്ട് നിൽക്കുന്നത്. അവരാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുക. ഒരുത്തിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. യോണാണെങ്കിൽ സ്പീഡിൽ തന്നെ അവിടുന്ന് പോയി ആ വലിയ പീസ് അങ്ങനെ പൊട്ടിച്ച് കളയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ജനങ്ങളാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യോണാണെങ്കിൽ നേരെ കറങ്ങി കറങ്ങി പാട്രിയാർക്കിൻ്റെ അടുത്ത് കണ്ടെത്തി. പാട്രിയാർക്കും തന്നെ അലറിയും കൊണ്ട് നേരെ യോണിൻ്റെ നേരെ കണ്ട് വന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അവരുടെ 2 പേരുടെയും സ്വോർഡ് തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ്. അതിൽ യോണിൻ്റെ മുഖത്താണെങ്കിൽ ചെറുതായിട്ട് മുറിവൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ യോണാണെങ്കിൽ പാട്രിയാർക്കിനെ അറ്റാക്ക് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് എത്തി. പാട്രിയാർക്കാണെങ്കിൽ ആ അറ്റാക്ക് കണ്ട് ആകെ ഞെട്ടി നിൽക്കുക. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വോർഡിൽ യോണിൻ്റെ ആ ബ്ലാക്ക് എനർജി ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വോർഡ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്വോർഡ് പൊട്ടിപ്പോണതാണ്. പാട്രിയാർക്കും തന്നെ ആ സ്വോർഡ് പൊട്ടിപ്പോയത് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പക്ഷേ യോണാണെങ്കിൽ വിട്ടുകൊടുത്തില്ല. ഇതാണ് അവൻ്റെ ചാൻസ് എന്നുള്ള നിലയ്ക്ക് നേരെ പാട്രിയാർക്കിൻ്റെ അടുത്ത് കണ്ട് പോയി. ഇതെന്തായാലും ഇവിടെ അവസാനിക്കാൻ പോവുക. അവൻ്റെ ആ വൈറ്റ് സേബർ ഉപയോഗിച്ച് നേരെ പാട്രിയാർക്കിൻ്റെ മേലെ കണ്ട് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കാണെങ്കിൽ പാട്രിയാർക്കിനെ ശരിക്കും അഫക്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡൊക്കെ പോകാൻ തുടങ്ങി. അദ്ദേഹം ആകെ അലറിയും കൊണ്ട് നിൽക്കുക. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആകെ ബ്ലഡ് ഛർദ്ദിച്ച് അവിടെ ഇരിക്കുന്ന പാട്രിയാർക്കിനെയാണ്. അപ്പോഴാണ് ആ ഗ്രാൻഡ് ഹാൾ മുഴുവനായിട്ട് നമ്മളെ കാണിക്കുന്നത്. ആകെ മൊത്തം അവിടെ ഡാമേജ് പറ്റിയിരിക്കുക. ഇതിന് ശേഷം നമ്മുടെ പാട്രിയാർക്ക് മരിക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. നിനക്കിനി ഒരുപാട് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. യോണാണെങ്കിൽ അവിടെ നിന്ന് പാട്രിയാർക്കിനൊന്ന് നോക്കി. പാട്രിയാർക്കാണെങ്കിൽ ബ്ലഡൊക്കെ ഛർദ്ദിച്ച് ആ അറ്റാക്കിൽ ആകെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡിമോണിക് ലോഡ് ഈ ബാറ്റിൽ ജയിച്ചോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഞാൻ ഡിഫീറ്റായോ? ഞാനോ? ഈ ചെറുക്കനാണ് നിങ്ങൾക്കെതിരെ കംപ്ലീറ്റ് റിവോൾട്ട് ഉണ്ടാക്കിയത്. എന്നിട്ടും അവനെങ്ങനെ ഈസിയായിട്ട് വിജയിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെയും ഭാര്യേനെയും കൊന്നു കളഞ്ഞ ഈ 6 സെക്റ്റുകാരെ ഈസിയായിട്ട് അങ്ങ് വെറുതെ വിടുകയാണോ? ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഈ ദ്രോഹിനെയും അവൻ്റെ ഫോളോവേഴ്സിനെയും എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ നോക്ക്. നീ എന്തായാലും ഈ കൾട്ടിൻ്റെ ഓർഡർ റീസ്റ്റോർ ചെയ്യണം. നീ വിട്ടുകൊടുക്കാത്തോളം കാലം നിനക്കതിന് പറ്റും. കാരണം നിൻ്റെ സൈഡിൽ ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ വെസൽ ആർട്ട് ഉണ്ട്. അതൊക്കെ പാടെ കേട്ടിട്ടാണെങ്കിൽ പാട്രിയാർക്ക് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ അലറാൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവണില്ല എന്താ അവിടെ സംഭവിക്കേണ്ടതെന്ന്. പിന്നെ നമ്മളെ പാട്രിയാർക്കിൻ്റെ പണ്ടത്തെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. യോജോങ് ചിയോണിൻ്റെ മദറായ ഹായോൺ ഗ്യോങ് മുമ്പത്തെ സോഡ് സെക്റ്റിൻ്റെ ചീഫായ ബോൻഗാങ്ഗ്യോങ്ങിൻ്റെ അഡോപ്റ്റഡ് ഡോട്ടറായിരുന്നു. ബോൻഗാങ്ങിൻ്റെ ബയോളജിക്കൽ ഡോട്ടറായ യോയോൺ ഗ്യോങ് മുമ്പത്തെ പാട്രിയാർക്കായ ഇഞ്ചിച്ചിയോണിൽ നിന്ന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് പകരം സോഡ് സെക്രത്തെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റിന് ജനനം നൽകിയത് ഹായോൺ ആയിരുന്നു.
ബട്ട് സ്ട്രേഞ്ച്ലി ഹായിയുൺ പ്രഗ്നൻ്റ് ആയ അതേ സമയത്ത് തന്നെ യോയുണും പ്രഗ്നൻ്റ് ആയി. അവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്. അവരിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക? അങ്ങനെയാണ് യോജോങ്ങും യോജുങ്ഷിയോണും ജനിച്ചത്. അവരെ രണ്ടുപേരെയും സ്വാഡ് സെക്റ്റിൻ്റെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റായിട്ട് എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ യോയോൺ വിശ്വസിച്ചിരുന്നത് അവളാണ് ഇഞ്ചിച്ചിയോണിൻ്റെ യഥാർത്ഥ വൈഫ് എന്നാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ യോയോൺ ഹായിയോണിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഹായിയോൺ യോജോങ്ങിന് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് അസുഖം വരികയും തുടർന്ന് മരിക്കുകയും ചെയ്തു. നിൻ്റെ ആൻറ്റിയോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കും? നീ ഇനി മുതൽ എന്നെ ലേഡി ഗ്യോങ് എന്ന് വിളിച്ചാൽ മതി. ആകെ നീ ഇവിടെ നിൽക്കുന്നത് യോജുങ്ങിന് പാട്രിയാർക്ക് പൊസിഷനിക്ക് എത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറക്കണ്ട. ഓക്കെ ലേഡി ഗ്യോങ്. ബ്രദർ, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ മൈനർ പ്രീസ്റ്റായിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ നടക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു. എന്തായാലും നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിന് താങ്ക്സ്. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ബ്രദർ. നിനക്കറിയോ ഞാൻ നിന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന്? പിന്നെ അവർ അക്കാഡമിയിലൊക്കെ കയറിയതിന് ശേഷമുള്ളതാണ് നമ്മളെ കാണിക്കുന്നത്. നീ വിചാരിക്കണ്ടോ നിന്നെപ്പോലുള്ള ഒരുത്തനൊക്കെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുമെന്ന്? 6 സെക്ടത്തെ ഒന്നിൽ ഒരു രണ്ടാം ഭാര്യയുടെ മകനായിട്ട് ജനിക്കാൻ മാത്രമേ നിനക്ക് ലക്കുള്ളൂ. നീ പോയി നിൻ്റെ ലോഡിനെ സെർവ് ചെയ്യണതിൽ ഫോക്കസ് ചെയ്യുക. യു ലോ ലൈഫ്. അക്കാഡമിയിൽ കയറിയതിന് ശേഷം മറ്റുള്ള 5 സെക്റ്റുകാരും അവൻ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തിനാ ഞാനിവിടെ ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുന്നത്? എന്നിട്ടും യോജുങ് മൈനർ പ്രീസ്റ്റ് ആയാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്ന വിശ്വസിച്ച് അവൻ അവിടെ തന്നെ നിന്നു. യോജോങ്ങിനാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ യോജോങ് ഒരിക്കൽ അവൻ്റെ ട്രൂ മാർഷൽ ആർട്സ് സ്കില്ല് തിരിച്ചറിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറി. മറ്റുള്ള മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റ്സിനേക്കാളും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഭയങ്കര വലുതായിരുന്നു. വെറും 3 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 5th എക്സാമിനേഷൻ പാസ്സാവാൻ കഴിഞ്ഞു. പക്ഷേ അതോടെ യൂജോങ്ങിൻ്റെയും യൂജുങ്ങിൻ്റെയും കാര്യത്തിൽ ഓരോരുത്തരായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. ഹേയ് യൂജുങ്, നീ ഇനി മുതൽ എൻ്റെ പേര് വിളിക്കാൻ നിൽക്കരുത്. അപ്പോൾ മുതൽ അവർക്ക് 2 പേർക്കും ഇടയിൽ ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. യൂജോങ്ങിന് മനസ്സിലായി അവൻ്റെ ടാലൻസ് കാരണം കൊണ്ടാണ് യൂജുങ്ങിൻ്റെയും അവൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയതെന്ന്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ട്രെയിൻ ചെയ്യില്ല എന്ന് അവൻ തീരുമാനിച്ചു. മറ്റുള്ള കാൻഡിഡേറ്റ്സൊക്കെ ഫോളോവേഴ്സിനെ ഗ്യാദർ ചെയ്യുമ്പോൾ യൂജോങ് ഒരാളെപ്പോലും ടീമിലെടുത്തില്ല. പക്ഷേ അതിലൊരുത്തനുണ്ടായിരുന്നു എത്രയോ വട്ടം റിജക്ഷൻ കിട്ടിയിട്ടും പിന്നെയും പിന്നെ അവൻ്റെ ഫോളോവർ ആവണമെന്നും പറഞ്ഞ് വന്നൊരുത്തൻ. ഞാൻ കഴ്സഡ് സ്വാഡ് സെക്റ്റിൻ്റെ മൈനർ ചീഫായ ബുൽവിയോ. നിങ്ങളെന്നെ ടീമിലെടുക്കുകയാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യുന്നു നിങ്ങളെ ഞാൻ അടുത്ത മൈനർ പ്രീസ്റ്റ് ആക്കി തരാം. യോജോങ്ങിന് മനസ്സിലായി കഴ്സഡ് സ്വാഡ് സെക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ബുൽവിയോട് പറഞ്ഞു യോജോങ്ങിൻ്റെ ഫോളോവർ ആവാൻ. പക്ഷേ ബുൽവി ആണെങ്കിൽ അവസാനം വരെയും യോജോങ്ങിൻ്റെ ഫോളോവർ മാത്രമേ ആവുള്ളൂ എന്നാണ് പറഞ്ഞു നടന്ന്. അങ്ങനെ അക്കാഡമിയിൽ 4 വർഷം അവസാനിക്കാറായി. യങ്ലോഡ്, നിങ്ങൾ ഈ അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റുള്ള കാൻഡിഡേറ്റ്സിനെ എല്ലാവരെയും തീർക്കണം. എന്ത്? മറ്റുള്ള യങ്ലോഡ്സൊക്കെ ഒരുമിച്ച് കൂടി ആദ്യം തന്നെ നിങ്ങളെ തീർക്കാനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ യങ്ലോഡ് യോജോങ്ങും ഉണ്ട്. അത് കേട്ടപ്പോൾ യോജോങ്ങും ഞെട്ടി. നീ എന്താണ് ഈ പറയുന്നത്? യോജോങ് എന്തിനാ എന്നോടങ്ങനെ ചെയ്യുന്നത്? അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എനിക്കറിയാം. നിങ്ങൾ പോയി സ്വന്തമായിട്ടൊന്ന് കണ്ടു നോക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് മറ്റുള്ള കാൻഡിഡേറ്റ്സൊക്കെ ഒരുമിച്ച് കൂടുന്നതാണ് ഒരു സ്ഥലത്ത്. ഇനി 10 ദിവസത്തിനുള്ളിൽ നമ്മളെല്ലാവരും ഗ്രാജുവേറ്റ് ആവും. അതുപോലെ തന്നെ അവരെ തീർക്കുകയും ചെയ്യും. എല്ലാവരും റെഡിയല്ലേ? ഇത് ഷാഡോ സെക്റ്റത്തെ മുമ്പത്തെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റാണ് മോജിൻ ചിയോൺ. എന്നെ ഇതൊന്നും ഒഴിവാക്കിയേക്ക്. എനിക്ക് ഇതുപോലത്തെ ചീപ്പ് ടാക്ടിക്സിലൊന്നും വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇത് സ്റ്റെൽത്ത് സെക്റ്റത്തെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റാണ് യു ചിയോൺ. യോജുങ്, അപ്പോൾ നിൻ്റെ കാര്യമോ? നിങ്ങൾ രണ്ടുപേരും ഒരേ സെക്റ്റെന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇനി നീയും നിൻ്റെ മൈൻഡ് മാറ്റി നിന്നും എന്നോട് പറയാൻ നിൽക്കരുത്. നീ എന്താടാ ഈ പറയുന്നത്? അവനെപ്പോലെ ഒരുത്തനെ ഞാൻ ഇന്നേ അവരൊരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ഇതിലുണ്ടാവും. എന്തിനാ യോജുങ്, നീ എന്തിനാ ഇത് എന്നോട് ചെയ്തത്? അവനപ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ ആലോചിച്ചു. യോജുങ് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും നിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവുന്നത്. യോജുങ്, ഞാൻ നിന്നെ എപ്പോഴും എൻ്റെ ഒരു റിയൽ ബ്രദറായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
നിങ്ങൾക്കിവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ തീർക്കണം യങ് ലോഡ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? കഴ്സഡ് സ്വാഡ് സെക്റ്റിനെ സർവ് ചെയ്യുന്നവരല്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരേ ബ്ലഡ് ലൈനാണ് ഷെയർ ചെയ്യുന്നത് യങ് ലോഡ്. എന്ത്? നിങ്ങളുടെ അമ്മ ലേഡി ഹായോൺ ഗ്യോങ് എൻ്റെ ആൻറ്റിയാണ്. സ്വാഡ് സെക്റ്റിത്തെ ചീഫ് അവരെ ഫോഴ്സ്ഫുള്ളി അഡോപ്റ്റ് ചെയ്യണതിന് മുമ്പ് അവർ ഹായോൺ യോ ആയിരുന്നു. ആ സമയത്ത് ഹായോണിന് ഒരു ഫിയാൻസി വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റിന് ജന്മം നൽകണമെന്നും പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോയത്. അവസാനം മരിക്കണതിന് മുമ്പ് വരെ അവർ ദയനീയമായിട്ടുള്ളൊരു ജീവിതമാണ് ജീവിച്ചത്. ഹായിയോണിന് നടന്ന ഈ ട്രാജഡി കഴ്സഡ് സ്വാഡ് സെക്റ്റത്തെ ഞങ്ങളെ എല്ലാവരെയും ദേഷ്യം പിടിപ്പിച്ചു. ഇത്രയും കാലമായിട്ട് എന്നോട് പറഞ്ഞിരുന്നത് ഞാനിവിടെ ബ്ലെസ്സിങ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ സെക്റ്റിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവണമെന്നാ. അതൊക്കെ അപ്പോൾ നുണയായിരുന്നല്ലേ? അപ്പോൾ എന്നെയും എൻ്റെ അമ്മയും സ്വാഡ് സെക്റ്റുകാർ യൂസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തതെന്നാണോ നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നീ അറ്റാക്ക് ചെയ്യണം. ഇത് നിനക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആൻഡ് ഹായിയോണുള്ളൊരു പ്രതികാരം കൂടിയാണിത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അവരെല്ലാവരെയും തീർക്കുക? നിങ്ങൾക്ക് അവരെല്ലാവരും ഈസി ആയിട്ട് ഓവർ പവർ ചെയ്യാൻ ഒരു വഴിയുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ യൂജോങ് ആണെങ്കിൽ മറ്റുള്ള മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റ്സിനെ എല്ലാവരെയും തീർത്തുകൊണ്ട് വെക്കുന്നതാണ്. അതിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഓരോ രീതിക്ക് യൂജോങ് അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അവസാനം യൂജോങ്ങിൻ്റെ അടുത്ത് എത്തി. അത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടല്ലേ? നീ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. ഇല്ല, വേണ്ട. നോക്കുമ്പോൾ യൂജോങ്ങിൻ്റെ ആ വരവ് കണ്ടിട്ട് തന്നെ യൂജോങ് ആകെ പേടിച്ച് നിൽക്കുക. അത് ആ സില്ലി ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് പോലത്തെ ഒന്നല്ല. ബ്രദർ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, നമുക്കിത് സംസാരിച്ച് തീർക്കാം പ്ലീസ്. സ്വാഡ് സെക്റ്റത്തെ ചീഫിൻ്റെ ഓർഡർ പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു എൻഹാൻസ്ഡ് ആർട്ടാണിത്. ഇത് നിങ്ങളുടെ റാഷണാലിറ്റിയിൽ തന്നെ നിങ്ങളെ നിൽക്കാൻ സഹായിക്കുന്ന സൈഡ് എഫക്റ്റൊക്കെ കുറഞ്ഞ ഒരു പുതിയ ആർട്ടാണ്. ഇതാണ് ഡിവൈൻ ബ്ലഡ് റിവേഴ്സ് വെസൽ ആർട്ട്. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കൂ ബ്രദർ. ഐ ആം സോറി, ഞാനിതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ ബ്രദേഴ്സായിട്ട് ഇരിക്കേണ്ടവരാണ്, അതുകൊണ്ട് തന്നെ എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് ആരോടും ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല. പ്ലീസ് ബ്രദർ. അവനെ ജീവനോടെ വിടരുത്, ഇപ്പോൾ തന്നെ കൊല്ല്. അവനെ ഇപ്പോൾ വെറുതെ വിടുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ട്രബിൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ യങ് ലോഡ്. നോക്കുമ്പോൾ രണ്ടുപേരും മാറി മാറി അലറാൻ തുടങ്ങി. ഒരുത്തൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരുത്തൻ കൊല്ലാൻ വേണ്ടിയിട്ടും. യൂജോങ് ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. യൂജോങ് അവൻ്റെ നേരേക്ക് സ്വാഡ് ഉയർത്തി. പക്ഷേ അപ്പോഴത്തേനാണ് പെട്ടെന്ന് അവന് പണ്ടത്തെ കാലത്ത് ഓർമ്മകളിങ്ങനെ വന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലണീന് പകരം ജസ്റ്റ് യൂജോങ്ങിൻ്റെ കൈ അങ്ങോട്ട് മുറിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവനാണെങ്കിൽ അതിൻ്റെ വേദനയിൽ ആകെ അലറാൻ തുടങ്ങി. പക്ഷേ ഇത് കണ്ടിട്ട് ബുൽവിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുക. നീ എന്തിനാ അവനെ ജീവിക്കാൻ അനുവദിച്ച്? അതും പറഞ്ഞ് നേരെ ബുൽവി അങ്ങോട്ട് അടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷേ അപ്പോഴത്തിന് യൂജോങ് ആണെങ്കിൽ ബുൽവിനെ പിടിച്ച് നേരെ താഴെക്കണ്ടിട്ടു. ആ ഒറ്റ അറ്റാക്കിൽ തന്നെ ബുൽവിയുടെ ബോധം പോയി. ഇനി മുതൽ ഞാൻ നിന്നോടൊരു മട്ടിനെ പോലെ ബാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു മട്ടിനെ പോലെ ബാർക്ക് ചെയ്യണം. ഇനി മുതൽ നീ ശരിക്കും ഒരു ട്രൂ പീസ് ഓഫ് സ്കമ്മിനെ പോലെ ആയിരിക്കും ജീവിക്കുക. മറ്റുള്ള 4 സെക്റ്റത്തെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റ്സിനെ കൊന്നതുകൊണ്ടും യൂജോങ്ങിൻ്റെ കൈ മുറിച്ചതുകൊണ്ടും യൂജോങ് അറസ്റ്റിലായി. ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ വെസൽ ആർട്ടിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴും യൂജോങ് അവൻ്റെ റാഷണാലിറ്റിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ യൂജോങ്ങിനാണെങ്കിൽ വൈകാതെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ബാധിക്കാൻ തുടങ്ങി. അവൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ സംസാരിക്കുന്നത് പോലെയൊക്കെ ആയിട്ട് അവൻ എപ്പോഴും തോന്നിക്കൊണ്ടിരുന്നു. യൂജോങ്, മൈ സൺ, നീ എന്തേ അവനെ കൊല്ലാതിരുന്നത്? ഇല്ല, നീ ഒരിക്കലും എൻ്റെ അമ്മയല്ല. അവസാനം 5 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ എനർജി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിനൊന്ന് കാം ഡൗൺ ആവാൻ പറ്റിയത്. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്ന് സൈഡ് എഫക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാനും കഴിഞ്ഞു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത 10ാം നാളിൽ യൂജോങ്ങിനെ ഫ്രീ ആക്കി. മറ്റുള്ള 4 സെക്റ്റുകാരും പാട്രിയാർക്കിൻ്റെ അടുത്ത് പോയി ഡിമാൻഡ് ചെയ്തു യൂജോങ് ആണ് അവരുടെ മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റ് നഷ്ടപ്പെടാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതെന്ന്. പക്ഷേ അതൊക്കെ
സ്വാഡ് സെക്ടത്തെ ചീഫ് ഓപ്പോസ് ചെയ്തതോടെ അതൊക്കെ ഡിസ്മിസ്സായി പോയി. നിന്നോട് ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിന്നെ ഞാൻ സഹായിച്ചു. ഇനി തിരിച്ച് 2 ഷാഡോ സ്വാഡ് സെക്റ്റുകാരും ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് നീ ഒന്നും മിണ്ടരുത്. യെസ് സാർ. നീ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. നീയല്ലേ പറഞ്ഞത് ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ വെസൽ ആർട്ടിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലയെന്ന്? നിനക്കറിയോ ഈ ഒരു ഹാലുസിനേഷൻ കാരണം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്? നീ എൻ്റെ അമ്മയുടെ ബ്ലഡ് ലൈന് ഷെയർ ചെയ്യണ ആളാ. അതുമാത്രമല്ല, നീയാണ് എന്നെ സഹായിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വെറുതെ വിടുന്നത്. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് നീ വരാൻ നിൽക്കരുത്. ഇത് മദ്യപിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ നിർത്താനേ കഴിയില്ല. 1 വർഷത്തിന് ശേഷം പ്രീവിയസ് പാട്രിയാർക്ക് പെട്ടെന്നൊരു ദിവസം പറഞ്ഞു, പാട്രിയാർക്കിൻ്റെ പൊസിഷനിൽ നീയാണ് എൻ്റെ സക്സസർ. എന്ത്? അതെന്താ? ഞാൻ യൂച്ചിയോണല്ലേ ആവേണ്ടിയിരുന്നത്? അവൻ വീക്കാണ്. ഫ്യൂച്ചറിൽ വരുന്ന ഡേഞ്ചറിനൊന്നും അവൻ ഓവർകം ചെയ്യാൻ സാധിക്കില്ല. പാട്രിയാർക്കിൻ്റെ പൊസിഷൻ വെറും ഒരു ഷീർ അതോറിറ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നിനക്കെപ്പോഴും കടമബോധം ഉണ്ടാവണം. നീ എടുക്കുന്ന ഓരോ തീരുമാനത്തിൻ്റെയും ഗൗരവം നീ മനസ്സിലാക്കണം. ഇവിടുത്തെ 1 ലക്ഷം കൾട്ടത്തെ ആൾക്കാരുടെയും വിധി നിൻ്റെ ഷോൾഡറിലാണുള്ളത്. നിൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തിനൊക്കെ അടിച്ചമർത്തി ഈ കൾട്ടിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം നീ. ഞാൻ പാട്രിയാർക്കിനെ വോവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ ഡിമോണിക് വയർ കൾട്ടിന് സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് യൂജോങ് ചിയോണ് ഒഫീഷ്യലി പാട്രിയാർക്ക് പൊസിഷനിലേക്ക് എത്തിയത്. പ്രീവിയസ് പാട്രിയാർക്കായ ഇഞ്ചി ചിയോണിന് കൊടുത്ത പ്രോമിസ് പോലെ അവൻ്റെ ദേഷ്യം സപ്രസ് ചെയ്യാൻ വേണ്ടി യൂജോങ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷേ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വൈരാഗ്യമൊന്നും അത്ര പെട്ടെന്ന് പോയില്ല. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് ഒരു സ്നേഹവും കാണിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൂടുതൽ സ്ട്രോങ്ങർ ആവണം. എനിക്കെപ്പോഴും ഹെഡ് റോയൽ ബോഡി ഗാർഡിൻ്റെ പ്രൊട്ടക്ഷനിൽ ആശ്രയിക്കാൻ കഴിയില്ല. ഈ പൊസിഷനിക്ക് പെട്ടെന്ന് തന്നെ എത്തിയോണ്ട് യൂജോങ് ചിയോണിനാണെങ്കിൽ ഈ കൾട്ടത്തെ മറ്റുള്ള എൽഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വീക്കായിട്ടുള്ള മാർഷൽ ആർട്സ് സ്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ അദ്ദേഹം പാട്രിയാർക്ക് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞോ, ബാക്കിയുള്ള സമയം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മാർഷൽ ആർട്സ് സ്കില്ല് ഗ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ എന്തൊക്കെയായാലും അവൻ്റെ ജീവിതത്തിലും ഒരാളുണ്ടായിരുന്നു. നിങ്ങളെ ഇന്ന് കാണാൻ വളരെ വൃത്തിയുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഓരോ പ്രാവശ്യവും ചേഞ്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഔട്ടർ കോട്ട് ഊരി വെച്ചിട്ടാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഞാൻ നിങ്ങളോട് താങ്ക് യു പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തതിന്. നോൺസെൻസ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ വെറും ഒരു സെർവൻ്റ് മാത്രമായിരുന്നു. ചെറിയൊരു കോൺവെർസേഷൻ പോലും എങ്ങനെയും നടത്താൻ വേണ്ടി അവൾ റെഡിയായിരുന്നു. കാരണം അവൾ വിചാരിച്ചത് അവന് ക്യൂട്ടാണെന്നാ. യോൻവ യൂജോങ്ങിനെ നോക്കി എപ്പോഴും ചിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും പ്രണയത്തിലായി. അവൾ എന്തു പറഞ്ഞാലും അത് അവൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു എടുത്തിരുന്നത്. അവൻ്റെ മുഖത്തൊരു ചിരി വരുത്താൻ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യുമായിരുന്നു. യൂജോങ്ങിന് അവളൊരു സൺഷൈൻ പോലെയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, നീ പറയുന്നത് നീ എൻ്റെ കുഞ്ഞിനെ വെച്ച് പ്രഗ്നൻ്റ് ആണെന്നാണോ? എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഇത് ഈ കൾട്ടത്തെ റൂൾസിന് എതിരാണെന്ന്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഈ സിറ്റി വിട്ട് തന്നെ പോയിക്കോളാം. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. വിട്ടുപോവേ? നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നീ എപ്പോഴും എൻ്റെ സൈഡിൽ തന്നെ വേണം. ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം നിന്നെ, നമ്മുടെ കുഞ്ഞിനെയും. അതിനുശേഷം യൂജോങ് ഗ്രാൻഡ് ഹാളിലൊരു മീറ്റിംഗ് കൂടി. അതിൽ യോൻവ പ്രഗ്നൻ്റ് ആണെന്ന് റിവീൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും. പക്ഷേ സെക്ടത്തെ ചീഫുമാരുണ്ടാക്കിയ ഓപ്പോസിഷനൊന്നും ഇതുവരെ ഈ കൾട്ട് കാണാത്ത രീതിക്കായിരുന്നു. അവസാനം മുമ്പത്തെ പാട്രിയാർക്കായ ഇഞ്ചിച്ചിയോൺ അദ്ദേഹത്തിൻ്റെ ഐസൊലേഷന് പുറത്തു വന്നിട്ടാണ് ഡിസൈഡ് ചെയ്തത്. അദ്ദേഹം തീരുമാനിച്ചത് യോൻവ ഒരിക്കലും പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ക്വാർട്ടേഴ്സിനടുത്തൊരു വീട്ടിൽ താമസിക്കാമെന്ന്. എന്തൊക്കെയായാലും അത് വലിയ ആഡംബര വീടൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരെ എന്നും പോയി വിസിറ്റ് ചെയ്യുന്നത് യൂജോങ്ങിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ സന്തോഷം എന്നും നിലനിൽക്കുന്നവൻ വിചാരിച്ചു. പക്ഷേ യോൻവക്കും യോൺചിയോണിനും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് മറ്റുള്ള സെക്ടത്തെ ലേഡീസിനെ ഭയങ്കരമായിട്ട് അസൂയയാക്കി. ആ അസൂയ കാരണം കൊണ്ട് തന്നെ അവരെല്ലാവരും യോൻവയെ ഫിസിക്കലി ഹരാസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം മുമ്പത്തെ പാട്രിയാർക്കായ ഇഞ്ചിച്ചിയോൺ ഐസൊലേഷനിൽ നിന്ന് പുറത്തു വന്ന് പെട്ടെന്നങ്ങ് മിസ്സായിപ്പോയി. അദ്ദേഹത്തിനെ കണ്ടെത്താനും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷന് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനും വേണ്ടി ഫോഴ്സിനെ അയച്ചു.
പക്ഷേ അവസാനം ഈവിൽ ഫാക്ഷനത്തെ ഗ്രേറ്റ് കിങ് യോൻഹാങ് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു. അദ്ദേഹം വലിയൊരു ആർമിയായിട്ട് ഈ കൾട്ടിൻ്റെ ടെറിട്ടറിക്ക് കടന്നു. അങ്ങനെ ആ യുദ്ധം ഏകദേശം 6 മാസത്തോളം നീണ്ടു നിന്നതായിരുന്നു. ആർക്കും ഗ്രേറ്റ് കിങ് യോൻഹാങ്ങിനെയും അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെയും തടയാൻ കഴിയില്ലായിരുന്നു. 2 എൽഡേഴ്സും അതുപോലെ യൂജോങ്ങിൻ്റെ ഹാഫ് ബ്രദറായ യൂജോങ്ങും ആ ബാറ്റിൽ തന്നെ മരിച്ചുപോയി. ഇത് കാരണം കൊണ്ട് തന്നെ യൂജോങ്ങിന് സ്വയമേ പാട്രിയാർക്ക് ആവേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം വാറിന് പോയ അതേ സമയം തന്നെ യോൻവയ്ക്ക് അസുഖം വരെ മയങ്ങി വീഴുകയും ചെയ്തു. നീ ഓക്കെ അല്ലേ? യെസ് പാട്രിയാർക്ക്, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തതായിരുന്നു ഞാൻ നിൻ്റെ ഒപ്പം തന്നെ നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാന്ന്. നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിച്ച് വേറെ ചെയ്യണ്ട, നിങ്ങൾ പൊക്കോളൂ. ഹെഡ് ഫിസിഷ്യൻ എന്നെ നല്ല രീതിക്ക് എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി വരും. പാട്രിയാർക്ക്, ഇത് യുദ്ധത്തിന് പോകാനുള്ള സമയമായി. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ശരി, ഞാൻ കാത്തിരിക്കുക. പക്ഷെ ആ സമയത്ത് യൂജോങ്ങിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്നാണ് യോൻവനെ അവസാനമായിട്ട് കാണുന്നതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.